ഈ റഹ്മത്ത് ആർക്കാണ് അല്ലാഹു കൊടുക്കാന്നറിയോ? തഖ്വ ചെയ്യുന്ന ആളുകൾ, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. അല്ലാഹു പറയുന്നു, ഈ റഹ്മത്ത് നൽകപ്പെടുന്നവർ അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റഹീമീൻ. റമളാൻ 1 മുതൽ 10 ദിവസം റഹ്മത്തിന് വേണ്ടി ചോദിച്ചത് കൊണ്ട് മാത്രം കിട്ടില്ല. ഇത് നൽകപ്പെടുന്നത് ആരെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ, ലല്ലദീന യത്തഖൂന വയുതൂന സക്കാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന തഖ്വ ചെയ്യുന്ന ആളുകൾക്കാണ്, അതുപോലെ സകാത്ത് കൊടുക്കുന്നവർക്കാ. പടച്ച റബ്ബ് എടുത്തു പറയാ, ഈ റഹ്മത്ത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് വറഹ്മതി വസിഅത് കുല്ല ശൈ. എല്ലാ ചരാചരങ്ങളിലും ലഭ്യമാകുന്ന രൂപത്തിൽ എന്റെ റഹ്മത്തിനെ ഞാൻ വിശാലമാക്കിയിരിക്കുന്നു. ഇനി ഇത് ലഭിക്കുന്നതാർക്കാ? ഫസകുതുബുഹാ. ഇത് ലഭിക്കാൻ ഞാൻ രേഖപ്പെടുത്തിയത് ആർക്കെന്നറിയുമോ? ലില്ലദീന യത്തഖൂൻ. തഖ്വ ചെയ്യുന്ന ആളുകൾക്കാണ്. വയുതൂന സകാത്ത് കൊടുക്കുന്നവർക്കുമാ. എന്തോരം ഇബാദത്തുകളുണ്ട്, എത്രയോ പുണ്യകർമ്മങ്ങളുണ്ട്. അല്ലാഹു പറയുന്നത് നോക്കി, നിങ്ങളുടെ അന്ത്യത്തിന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിന്റെ ആധാരം, അതിലേക്ക് നിങ്ങൾ എത്തുവാൻ നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് തഖ്വയാണ്. പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കണം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് നിർബന്ധമായ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ദാനധർമ്മങ്ങൾ, സകാത്തിലും സദഖയിലും നിങ്ങൾ ശ്രദ്ധാലുക്കളാകണം. ഇത് രണ്ടുമുണ്ടോ അവർക്കാണ് റഹ്മത്ത് ലഭിക്കുക. വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ. പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു റഹ്മത്തിനെ കൊടുക്കുക. ഈ റഹ്മത്തിനെ കൊടുക്കുന്നവർക്ക് മാത്രമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാ, നിങ്ങൾ മാത്രമേ അടുത്ത മഗ്ഫിറത്തിനെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പരിശുദ്ധ റമദാനിന്റെ 10 രാവുകൾ റഹ്മത്ത് അവസാനിച്ചു. മഗ്ഫിറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനി പാപമോചനം പുറത്തു തരണേ അല്ലാഹ് എന്ന് ചോദിച്ചാൽ, ആ പുറത്തു തരുന്നത് ആർക്കാണെന്നറിയും? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും.